ബിഗ് ബോസ് മലയാളം സീസൺ 4 എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ടാസ്കിലൊന്നും അത്ര ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ടാസ്കും നന്നായി പെർഫോം ചെയ്ത് വിൻ ചെയ്തിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. ശരിയാണ്, റിയാസ് അറിയപ്പെടുന്നത് ഒരു ഗെയിം ചേഞ്ചർ എന്നായിരുന്നു. അഖിൽ മാരാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർ സീസൺ 5 കംപ്ലീറ്റ് ആയിട്ട് അടക്കി ഭരിച്ചൊരു പ്ലെയർ ആയിരുന്നു. കാരണം ടാസ്കുകളിലെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും വാക്ചാതുര്യം കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് ഒരു പാക്കേജ് തന്നെയായിരുന്നു അഖിൽ. അതിനകത്ത് ഒരു സംശയമില്ല. അഖിലിന്റെ പുറത്തെ നിലപാടുകളോ രാഷ്ട്രീയ നിലപാടുകളോ അല്ല ഞാൻ പറയുന്നത്. ബിഗ് ബോസിനകത്തൊരു പ്ലെയർ എന്നുള്ള രീതിയിൽ അഖിൽ മാരാർ അടിപൊളിയായിരുന്നു. സോ അഖിൽ മാരാർ ഇന്നലെ എപ്പിസോഡിനകത്ത് റിയാസിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. റിയാസ് ഒരു ടാസ്ക് പോലും കളിച്ച് ജയിക്കാതെ വെറും ശബ്ദം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് ശബ്ദമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചമർത്തപ്പെടും എന്ന് അഖിൽ മാരാർ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതിന് കൗണ്ടറായിട്ട് രഞ്ജിനി വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജിനി പറഞ്ഞത് ബിഗ് ബോസിൽ ശരിയാണ് അഖിൽ മാരാർ വിജയിച്ചു, പക്ഷേ MLA ആയിട്ട് മത്സരിച്ച് തോറ്റു എന്ന് രഞ്ജിനി പറഞ്ഞത് അവിടെ ഒരു ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റിന്റെ ഒരു തുടക്കമായിട്ടൊക്കെ നമുക്ക് അതിനെ കാണാം. പക്ഷെ ഇതിനകത്ത് അഖിൽ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും അഖിൽ പറഞ്ഞ പോയിന്റിനെ നിസ്സാരമായി കാണരുത്. ശരിയാണ്, റിയാസ് ശരിക്കും ബിഗ് ബോസിനകത്ത് ടാസ്ക് ഒന്നും കളിച്ചല്ല മുന്നോട്ട് പോയിട്ടുള്ളത്. മെയിനായിട്ട് റിയാസ് പറയാനുള്ള കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞും വഴക്കുണ്ടാക്കി നിലപാട് പറഞ്ഞുമാണ് മുന്നോട്ട് പോയത്. അത് മാത്രമല്ല, അഖിൽ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. ബിഗ് ബോസിനകത്ത് നിങ്ങൾ ഇനി എത്ര ഇന്റലിജന്റ് ആണെങ്കിലും ടാലന്റ് ഉള്ള ആളാണെങ്കിലും നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. കാരണം ബിഗ് ബോസിനകത്ത് ഉറച്ച ശബ്ദവും ഉറച്ച നിലപാടുകളും ആവശ്യമാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിലപ്പോൾ വലിയ ടാലന്റ് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, പക്ഷെ നിങ്ങളെക്കാൾ ഉറച്ച ശബ്ദമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ന്യായങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ആളുകൾക്ക് കൺവിൻസ് ആയി തോന്നുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അന്യായങ്ങളായിരിക്കാം. കാരണം അയാൾ ഉറക്കെയാണ് അത് വിളിച്ചു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസിനകത്ത് ശബ്ദം ഒരു പ്രധാന ഘടകം തന്നെയാണ്.